Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds. ഒറ്റപ്പാലം നഗരസഭയുടെ 2025-26 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെരുവ് നായ്ക്കൾക്കുള്ള പേവിഷ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒറ്റപ്പാലം നഗരസഭയുടെ 2025-26 വർഷത്തെ വാർഷിക പദ്ധതിയിൽപ്പെട്ട തെരുവ് നായ്ക്കൾക്കുള്ള പേവിഷ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി നിർവഹിച്ചു. പേവിഷബാധ വന്നാൽ മറ്റ് എല്ലാ പട്ടികളെയും കടിച്ച് അത് പ്രയാസമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 2 ലക്ഷം രൂപ വിനിയോഗപ്പെടുത്തിക്കൊണ്ട് നഗരസഭാ പ്രദേശത്തുള്ള തെരുവ് പട്ടികൾക്ക് വാക്സിൻ ഇന്നിവിടെ തുടങ്ങിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം തന്നെ എല്ലാ വാർഡുകളിലും എത്തുകയും വാക്സിൻ ചെയ്യുകയും ചെയ്യും. വാക്സിൻ ചെയ്ത പട്ടിക്ക് സ്പ്രേ പെയിൻ്റടിച്ച് അത് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടയാളവുമുണ്ട്. അപ്പോൾ മേലെ ആളുകൾ ആരും അതിനെ എതിർക്കാണ്ട് സഹകരിക്കുക. പിടുത്തക്കാരും കൂട്ടത്തിൽ നമ്മുടെ നഗരസഭയിൽ നിന്നുള്ള ഒരാളും ആശുപത്രിയിൽ നിന്ന് ഡോക്ടറും അതിന് വേണ്ട സജ്ജീകരണങ്ങളടക്കം നാട്ടിൽ കൂടെ ഇറങ്ങുന്നുണ്ട്. തെരുവ് പട്ടികളാണ് വാക്സിൻ ചെയ്യുന്നത്. അത് അതാത് പ്രദേശത്തെ വാർഡിലെത്തുമ്പോൾ അവിടുത്തെ വാർഡ് കൗൺസിലറും അവിടുത്തെ പ്രദേശ നിവാസികളും സഹകരിച്ചുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിൽ പങ്കുകൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ദീപ ചെറിയാത്ത് പദ്ധതി വിശദീകരണം നടത്തി. നായ്ക്കളെ എല്ലാ നായ്ക്കളെയും പിടിച്ച് വാക്സിനേറ്റ് ചെയ്ത് പേവിഷബാധ വാക്സിൻ ചെയ്ത് പുറത്തേക്ക് വിടാനാണ് പദ്ധതി. വാക്സിൻ ചെയ്ത് അവിടെ തന്നെ വിടുന്നു, അതാണ് പദ്ധതി. അപ്പം 1-2 ആഴ്ചയ്ക്കുള്ളിൽ മുനിസിപ്പാലിറ്റിയുടെ 36 വാർഡുകളിലും ചുറ്റി സഞ്ചരിച്ച് ക്യാച്ചേഴ്സും പോയി വാക്സിൻ ചെയ്തതിന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സ്പ്രേ പെയിൻറ്റും കൂടി ചെയ്ത് വിടും. അപ്പം നമുക്ക് വാക്സിൻ ചെയ്തതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രേ പെയിൻറ്റിങ് ചെയ്യുന്നു. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ അജിത PR ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു. വസന്ത P ചടങ്ങിൽ സന്നിഹിതരായവർക്ക് നന്ദി അറിയിച്ചു. 25-ാം വാർഡിൽ തുടങ്ങിവെച്ച പദ്ധതി തുടർന്നുള്ള ദിവസങ്ങളിൽ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നടക്കും.